ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ UK-യിൽ നിന്ന് നമ്മുടെ ജോലിയൊക്കെ വിട്ടിട്ട് നാട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും ആയിട്ട് ഞങ്ങൾ നല്ലപോലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. നമ്മൾ പാക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും നാട്ടിലോട്ട് വന്ന വഴിയെ നമ്മൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഉറക്കമൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പറമ്പിലേക്കൊക്കെ പോയി അവിടുന്ന് കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നു. നമ്മൾ നാട്ടിൻപുറത്തുണ്ടാകുന്ന ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ വീട്ടിൽ ഉണ്ട് കേട്ടോ. പിന്നെ പച്ചക്കറികൾ അധികം വെജിറ്റബിൾസ് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരാറില്ല. ഒരുവിധം എല്ലാ സാധനങ്ങളും തന്നെ വീട്ടിലുണ്ടാവാറുണ്ട്. പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് അന്നത്തെ ദിവസം ചോറ് കഴിക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ ഇലക്കറികളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയാട്ടോ. അപ്പം നമ്മുടെ പഴയ വീടിൻ്റെ മുറ്റത്തൂടി ചെന്നപ്പോൾ ഒരു പന്തലിൽ ഈ സാധനം നിറയെ ഉണ്ടായി കിടക്കുന്നു. അപ്പോൾ ഞാനും ചേട്ടയും കൂടി ഒരു കുറേ പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ അകത്തുനിന്ന് അധികം മൂപ്പാവാത്ത കായ വേണം പറിച്ച് എടുക്കാനെന്ന്. കാരണം ഇത് ഒത്തിരി വർഷം മുന്നേ കേട്ടോ ഞാൻ കഴിച്ചേക്കുന്നത്. നമ്മൾ നാട്ടിൽ വരുന്ന സമയത്തൊന്നും ഇതിൻ്റെ സീസണൊന്നും ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധി പോയുമില്ല കേട്ടോ. പിന്നെ ഉണക്കമീൻ കറി വെച്ചു. അങ്ങനെ കുറച്ച് നൊസ്റ്റു സാധനങ്ങൾ. പാഷൻ ഫ്രൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട് മഞ്ഞ പാഷൻ ഫ്രൂട്ടും ഈ പർപ്പിളും ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കി എടുത്ത് കുഴപ്പമില്ലായിരുന്നു, എന്നുവെച്ചാൽ വലിയ ടേസ്റ്റും ഇല്ലായിരുന്നു. പിന്നെ ചവയ്ക്കുമ്പം ചെറുതായിട്ട് പയറിൻ്റെ ഒക്കെ തൊണ്ട് കടിക്കുന്ന പോലെ അങ്ങനെ ചെറുതായിട്ട് കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇത്രയും മൂത്ത സാധനങ്ങൾ നമ്മൾ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന്. എനിവേ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു നമ്മൾ പറമ്പിൽ നിന്ന് സാധനം പറിച്ചെടുത്തിട്ട് അത് തന്നെ കറിയൊക്കെ വെക്കുന്നത്. പിന്നെ പിള്ളേർക്ക് നാട്ടിൽ വരുമ്പോഴേ പെറ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് തന്നെ 2 കോഴിപ്പെറ്റുകളെയാണ് അവർക്ക് മേടിച്ച് കൊടുത്തേക്കുന്നത്. അവർ ഉള്ളതും കൊണ്ട് ഓണം പോലെയാണ്. അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ആ കോഴികളും പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുങ്ങൾ കയ്യിൽ പിടിച്ചായിരിക്കും. അതുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതുങ്ങളങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്നതിന് ശേഷം 2-3 ദിവസം എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സെറ്റിലാവാനൊക്കെ ആയിട്ട്. ഞാൻ എപ്പോഴും ഓർക്കെ നമ്മുടെ ചാനലിൽ അധികം പേഴ്സണൽ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എങ്കിലും ഞാൻ ഓർക്കും പേഴ്സണൽ വ്ളോഗൊക്കെ ചെയ്ത് ഒരു ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ നാട്ടിൽ തെണ്ടിത്തെരിഞ്ഞ് ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു സുഖമായിരുന്നു അല്ലേ. നമ്മളിങ്ങനെ വീഡിയോകൾ ചെയ്യുന്നു, നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്നു, അതിൻ്റെ വീഡിയോ എടുക്കുന്നു, അത് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ അകത്തുനിന്ന് പൈസ കിട്ടുന്നു. വീണ്ടും ആ പൈസ കൊണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ദാസിൻ്റെയും വിജയൻ്റെയും പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ നെക്സ്റ്റ് സ്റ്റേജുകളിലേക്ക് കടന്നു പോകുന്നു. നമുക്ക് ബാഡ് കമൻസ് ഇടുന്ന ആൾക്കാരെ നമ്മൾ ചാനലിൽ വന്നിരുന്ന് പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുന്നു, അവരെ കണ്ടുപിടിക്കുന്നു, അവർക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നു. എന്തൊരു മനോഹരമായ ലൈഫാല്ലേ. അതൊരു വശം. എനിവേ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സമാധാനം തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കാവാണത്. അപ്പോൾ സന്ധ്യയായപ്പോൾ കാവിലേക്കൊക്കെ വന്നു. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാലത്തെ മെയിൻ കലാപരിപാടിയാണ് കരിക്ക്. എനിക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അധികം വലിപ്പമില്ലാത്തൊരു തെങ്ങയെന്നാണ്. നമുക്ക് തേങ്ങ പറിക്കാനായിട്ടൊന്നും ആരും കിട്ടിയില്ല. അപ്പോൾ പപ്പയും മമ്മിയും കൂടി എനിക്ക് ആ കരിക്ക് ഇട്ട് തരാനുള്ള ശ്രമത്തിലാണ്. കുറേ നേരം പണിതെന്ന് വെച്ചാൽ ഈ തോട്ടിക്കും ഭയങ്കര കനമാണ് കേട്ടോ. അപ്പോൾ അത് കുറേ നേരം പണിതതിന് ശേഷമാണ് നമുക്ക് കരിക്ക് ഇടാനായിട്ട് പറ്റിയത്. അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇവളെന്തൊരു സൈക്കോയാണ്, പ്രായമായ പാവ അച്ഛനെയും അമ്മേനെയും കൊണ്ടാണല്ലോ ഇത്രയും പണിയെല്ലാം എടുപ്പിക്കുന്നതെന്ന്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആ കരിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇത് ഈ ഒരു തവണ മാത്രമല്ല, ഞാൻ എപ്പം നാട്ടിൽ വന്നാലും എനിക്ക് ഈ നമ്മുടെ കടയിൽ നിന്ന് പോയി വാങ്ങിക്കുന്ന കരിക്കുണ്ടല്ലോ, അതെനിക്ക് വലിയ ഇഷ്ടമില്ല. നമ്മുടെ പറമ്പിലുണ്ടാകും, നമ്മുടെ തെങ്ങയിലുണ്ടാകുന്ന കരിക്കിട്ട് തന്നെ കഴിക്കണം. കരിക്ക് വെച്ചിട്ട് പിന്നെ ഷെയ്ക്ക് ഉണ്ടാക്കലും ഇതൊക്കെ ഇഷ്ടം. ചിലപ്പോൾ നമുക്ക് ആളെ കിട്ടിക്കഴിയുന്ന കുറേ കരിക്കിട്ട് വെച്ചിട്ട് അതിരുന്ന് കഴിച്ചും അതുകൊണ്ട് പല പല സാധനങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ തീർക്കും കേട്ടോ. പക്ഷേ ഇത്തവണ നമുക്ക് ഈ പറഞ്ഞ പോലെ ആരെയും കിട്ടിയില്ല കരിക്കിടിക്കാനായിട്ട്. പിന്നെ ഇതൊരു കുഞ്ഞു തെങ്ങുമായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ സൈക്കോളജിക്കൽ പ്രോബ്ലം ഇവിടെയും തീർന്നിട്ടില്ല. ഞാനത് പപ്പേനെ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് എടുപ്പിച്ചു. കാരണം എനിക്ക് ഈ കരിക്കെന്നല്ല, എനിക്ക് തേങ്ങ പൊതിക്കാനും കുറച്ച് വശക്കുറവാണ് കേട്ടോ. കഷ്ടിച്ച് നമ്മുടെ മറ്റേ നിർത്തിയിട്ട് പൊതിച്ചെടുക്കുന്ന ഒരു പാരയുണ്ടല്ലോ, അതേൽ വെച്ചിട്ട്
ചെയ്യാൻ കുറച്ചൊക്കെ പറ്റും. എന്നാലും പണ്ട് തൊട്ട് ഞാൻ ഭയങ്കര വീക്കാണ് ഈ കരിക്ക് വെട്ടാനും തേങ്ങ പൊതിക്കാനും ഒക്കെ. ചക്ക വേണമെങ്കിൽ ഞാൻ വെട്ടും, പക്ഷേ കരിക്ക് വെട്ടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പാകത്തിലുള്ള ഒരു കരിക്കായിരുന്നേ. പിന്നെ പപ്പ എനിക്ക് അതിൽ നിന്നെല്ലാം ചെത്തിയെടുത്തൊക്കെ ഇങ്ങനെ തന്നു. ഇത് നമ്മുടെ പഴയ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ. അവിടെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. കുറേ നമ്മുടെ ചെറിയ ചെറിയ കൃഷിയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. വീട് അത്യാവശ്യം ഇങ്ങനെ പൊളിഞ്ഞു പോകാറായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഈ വീടും ഇതിൻ്റെ പരിസരം. അതിങ്ങനെ പോവാറായി കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പം എനിക്ക് ഈ വീടിൻ്റെ പുറകിലേക്കുള്ള കുറേ സ്ഥലത്ത് ഇവിടെ നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടെ ഓർമ്മകളെല്ലാം ഉള്ളത്. നമ്മൾ ചെറുതായിരുന്നപ്പം ചെരുപ്പ് പോലും ഇടാതെ ഓടി നടന്നുകൊണ്ടിരുന്ന കുറേ സ്ഥലങ്ങളൊക്കെയാണത്. അപ്പോൾ അതിലേക്ക് ആ ഒരു ദിവസം ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പപ്പേനെ അപ്പോഴും വെറുതെ വിട്ടിട്ടൊന്നുമില്ല. നമ്മുടെ ഒരു പശുത്തൊഴുത്തായിരുന്നു കേട്ടോ അത്. അതിൻ്റെ അകത്ത് എല്ലായിടത്തും നിറയെ ചെറുതേനിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ടാസ്ക് പപ്പേനെ കൊണ്ട് ആ തേനെല്ലാം കുത്തിയെടുപ്പിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് പറമ്പിലേട്ടങ്ങ് നടക്കാൻ തുടങ്ങിയപ്പോഴല്ലേ അപ്പൂപ്പൻ താടികളുടെ ഒരു മേളം. പറമ്പിൽ നിറയും അപ്പൂപ്പൻ താടി. അത് കണ്ടിട്ട് എനിക്കറിയത്തില്ല, ഞാനവിടെ നിന്നൊരു അരമണിക്കൂറോളം അപ്പൂപ്പൻ താടി പിറക്കി വലിയ കൂന പോലെ ആക്കിയിട്ട് അവസാനം അതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പറപ്പിക്കാൻ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് പറന്നു പോയില്ല. എന്തായാലും ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന സമയമായിരുന്നു കേട്ടോ. ഇത്രയായിട്ടും ഞാനൊരു സൈക്കോ ആണെന്നുള്ളതിൻ്റെ അടുത്ത തെളിവാണ്. ഇത് വെളുപ്പിന് 3 മണിയാണ് സമയം. നല്ല ചൂടായിരുന്നു. എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ 3 മണിയായി ഇപ്പോൾ കട്ടൻ കാപ്പി വെച്ച് തരാമെന്നും പറഞ്ഞ് പപ്പേനെയും വിളിച്ചിരുത്തി കട്ടൻ കാപ്പിയും വെച്ച് ന്യൂസ് ചാനലും ഓണാക്കി നമ്മുടെ ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് അവിടെ ഇരുന്ന് പരദൂഷണം പറയുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് നമ്മുടെ നാട്ടിലെ കാപ്പി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാപ്പിക്കുരു പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ മറ്റേ ഏലക്കയും ജീരകമൊക്കെ കൂടി പൊടിച്ചിട്ടിട്ട് നല്ല മണം വരുന്ന കോഫി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോഫി കേട്ടോ നാട്ടിൽ എപ്പോഴും ഉള്ളത്. എൻ്റെ കുഞ്ഞിലേ തൊട്ട് വെളുപ്പിനൊരു 5:45 ഈ ഒരു കാപ്പി തിളയ്ക്കുന്ന മണം അടിച്ചുകൊണ്ടായിരിക്കും. അതായത് എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉള്ള സമയത്ത് ഈ ഒരു മണം അടിച്ചുകൊണ്ടായിരിക്കും എഴുന്നേക്കുന്നത് തന്നെ. അപ്പം നാട്ടിലിപ്പോഴും വരുമ്പോഴും ആ ഒരു ടേസ്റ്റിനും മണത്തിനും ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ദിവസം മാത്രമല്ല, പല ദിവസങ്ങളിലും പപ്പനെ ഞാൻ ഉറങ്ങാനായിട്ട് സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ എനിക്ക് ഭയങ്കര ചൂടുമായിരുന്നു. പിന്നെ എന്താണ് പെട്ടെന്ന് നമ്മുടെ വെതറും എല്ലാം ചേഞ്ച് ആകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പം എനിക്ക് അങ്ങനെ ഉറക്കം പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് നാട്ടിൽ വരുമ്പോഴത്തെ എൻ്റെ സ്ഥിരം പരിപാടിയാണിത്. ഇങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഉറങ്ങത്തില്ല. രാവിലെ വരെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാനൊരു 6 മണിയാകുമ്പം പതുക്കെ അവിടെ നിന്നൊരു മുങ്ങൽ കൊടുക്കും. ഞാൻ പോയി അങ്ങ് കിടക്കും. പിന്നെ നമ്മളൊരു ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴത്തേക്ക്